നമസ്തേ, രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരെ ഒന്നിച്ച് പോരാടാൻ ഉറച്ച് ഭാരതവും യൂറോപ്യൻ യൂണിയനും. ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ. ഗ്രീൻ ഹൈഡ്രജൻ അടക്കം വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കും. ബദരിനാഥിൽ വൻ ഹിമപാതം, 41 തൊഴിലാളികൾ കുടുങ്ങി. മേഖലയിൽ വൻ മഞ്ഞുവീഴ്ച, രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി സൈന്യവും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാവർത്തിച്ച ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റിന് പിന്തുണയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. വരാനിരിക്കുന്ന സമാധാന ധാരണ ആഘോഷമാക്കണമെന്നും ട്രംപിന്റെ ആഹ്വാനം. രഞ്ജി ഫൈനലിൽ പടിക്കലിൽ കലമുടച്ച് കേരളം. 18 റൺസിനിടെ അവസാന 4 വിക്കറ്റ് നഷ്ടം. വിദർഭയ്ക്ക് 37 റൺസിന്റെ നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. സെഞ്ചുറിക്ക് 2 റൺസ് അകലെ വീണ സച്ചിൻ ബേബി. വിശദമായ വാർത്തകളിലേക്ക്. ഡിസംബറിൽ അവസാനിച്ച മൂന്നാം പാദത്തിൽ രാജ്യത്തിന്റെ GDP 6.2% വളർച്ച കൈവരിച്ചു. 2024-25 സാമ്പത്തിക വർഷം 6.5% വളർച്ച കൈവരിക്കുമെന്നും വിലയിരുത്തൽ. വരുന്ന സാമ്പത്തിക വർഷത്തിലും 6.5 എന്ന സുസ്ഥിര വികസന സൂചിക നിലനിർത്തുമെന്നും IMF നിരീക്ഷിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പ് പുറത്തു വന്ന വിവരങ്ങൾ GDP വളർച്ച സംബന്ധിച്ച വിവരങ്ങളിൽ കഴിഞ്ഞ വർഷം, അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ 3 മാസങ്ങളിലെ GDP ഗ്രോത്തിന്റെ കണക്കുകൾ, GDP വളർച്ചയുടെ കണക്കുകളാണ് പുറത്തു വന്നത്. ആ പുറത്തു വന്ന കണക്കുകളിൽ 6.2 എന്ന സുസ്ഥിരമായ ഒരു വികസന സൂചികയിലേക്ക് GDP വളർച്ച മുന്നേറുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024-25 വർഷത്തെ മൂന്നാം പാദത്തിൽ 6.2% വളർച്ച കൃത്യമായി ഉണ്ടാവുകയും അതായത് ജനുവരി മുതൽ മാർച്ച് വരെ ഉണ്ടാകുന്ന മാർച്ച് 31 വരെയുള്ള പാദത്തിൽ, അതായത് അവസാന പാദത്തിൽ, 4ാം പാദത്തിൽ GDP വളർച്ച 6.5%-ലെത്തുമെന്നും കൃത്യമായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാഷണൽ സർവേ ഓർഗനൈസേഷന്റെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം പുറത്തുവരുന്ന ഫോർകാസ്റ്റ് ചെയ്യുന്ന കണക്കുകൾ 6.5 എന്നുള്ളത് സുസ്ഥിരമായി നിലനിൽക്കാനും അടുത്ത വർഷവും അത് ആവർത്തിക്കാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 6.4 ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷം കൃത്യമായ വളർച്ച ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതെങ്കിൽ നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 6.5% വളർച്ച ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ്. 1% വളർച്ച കൂടുതൽ കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉത്പാദന രംഗത്തുണ്ടാകുന്ന ചില വീഴ്ചകൾ, ചില പിന്നാക്കം പോക്കാണ് ഉത്പാദനക്ഷമതയിൽ അല്ലെങ്കിൽ ഈ GDP ഗ്രോത്തിൽ ചെറിയൊരു വ്യതിയാനം വരുത്തിയത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്തതിനാൽ ഈ ഒരു വളർച്ചാ നിരക്ക് കൺസിസ്റ്റന്റായി നിലനിൽക്കാനുള്ള സാധ്യത ഉറപ്പാണെന്നും ദേശീയ ശരാശരി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന ഉർസുല വോണുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്ര വൈവിധ്യ വിതരണ ശൃംഖല ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുണ്ടാകണമെന്ന് ഉർസുല വോൺ പറഞ്ഞു. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് സംയുക്ത ദൗത്യ സംവിധാനവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഐസൻ, നിർണായകമായൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും കൂടുതൽ നിർണായകമായ തീരുമാനങ്ങൾ, നിർണായകമായ മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും വിഷ്ണു, യൂറോപ്യൻ യൂണിയനും ഭാരതവുമായുള്ള മികച്ച ബന്ധം കാലങ്ങളോളം പഴക്കമുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ ഈ ചർച്ചയിൽ തന്നെ വ്യക്തമായി ഉർസുല വോൺ ഡെർ ലെയർ വ്യക്തമാക്കിയത് കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ ഭാരതവും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധം 2 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന കൃത്യമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും വരാനിരിക്കുന്ന കാലത്തും വൻ മുന്നേറ്റം ഇരു കക്ഷികളും തമ്മിലുണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകളിലും വാണിജ്യ ഇടപാടുകളിലും ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ വിരുദ്ധ നിലപാടുകളിൽ ഒന്നിച്ചു നീങ്ങാനുള്ള ഒരു തീരുമാനം
ചർച്ചകളിലും നയതന്ത്ര ചർച്ചകളിലും ഉണ്ടാകുന്നത് പോലെ തീവ്രവാദ വിരുദ്ധ നിലപാടുകളിൽ ഒന്നിച്ചു നീങ്ങാനുള്ള ഒരു തീരുമാനം ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുക, അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ പ്രതിരോധിക്കുക, അതുപോലെ തന്നെ അനുബന്ധമായ സൈനിക സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു സഹകരണം കൂടി ഉറപ്പാക്കുക. ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംയുക്ത നാവികാഭ്യാസത്തിനും അനുബന്ധ സൈനികാഭ്യാസത്തിനുമുള്ള സാധ്യത ഉടൻ തന്നെ ഉണ്ടാകുമെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ ഈ നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ മുന്നേറ്റമാകുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ്. അത് ഊർജ്ജ രംഗത്തും അതുപോലെ തന്നെ ഇന്നോവേഷൻ രംഗത്തുമായി ആധുനിക സാങ്കേതിക വിദ്യ രംഗത്തും സെമി കണ്ടക്ടർ അതുപോലെ തന്നെ അനുബന്ധമായ ആധുനിക സാങ്കേതിക വിദ്യാ രംഗത്തും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ യൂറോപ്യൻ യൂണിയനും ഭാരതവും തമ്മിലുള്ള സഹകരണം വഴിവെക്കുമെന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിലേക്കും ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എത്തിയിരുന്നു. നമുക്കറിയാവുന്നതാണ് ഹൈഡ്രജൻ ഇന്ധനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനവും ഉണ്ടായി. ഹൈഡ്രജൻ ദൗത്യ സംഘത്തെ ഹൈഡ്രജൻ ഗവേഷണ രംഗത്തും ആധുനിക പരിസ്ഥിതി അനുകൂല ഇന്ധന നിർമ്മാണ രംഗത്തും കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നതിനെ കൃത്യമായി പ്രവർത്തിക്കുന്നതിന് ഒരു ദൗത്യ സേന സംവിധാനത്തെ തന്നെ രൂപീകരിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിലേറെ പ്രാധാന്യത്തോടെ നേതൃത്വം നൽകിയത്. ഓഫ് ഷോർ വിൻഡ് മിൽ, അതായത് കടലിൽ വിൻഡ് മിൽ സ്ഥാപിക്കുന്നത്, അത്തരത്തിലുള്ള ആധുനികമായ പരിസ്ഥിതി അനുകൂല ഊർജ്ജോൽപാദന രംഗത്ത് കാര്യമായ മുന്നേറ്റം നടത്താനുള്ള സഹകരണം ഇരു കക്ഷികളും തമ്മിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും ഭാരതവും തമ്മിൽ ഉണ്ടാകുമെന്ന കൃത്യമായ തീരുമാനവും രണ്ടുപേരും തമ്മിലുള്ള ചർച്ചകളിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഹൈഡ്രജൻ ഇന്ധനത്തിന് ഏറെ ഊന്നൽ നൽകുമെന്ന ഒരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബസ്സിലാണ് ഹൈദരാബാദ് ഹൗസിലേക്ക് പ്രതിനിധികളെല്ലാം എത്തിയത് എന്നതും വലിയൊരു സന്ദേശമായി തന്നെ കണക്കാക്കപ്പെടുന്നു. അത്തരത്തിൽ ഊർജ്ജ രംഗത്തും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും വാണിജ്യ രംഗത്തും അതുപോലെ മറ്റ് അനുബന്ധ രംഗങ്ങളിലുമെല്ലാം തന്നെ മികച്ച പിന്തുണ ഉറപ്പാക്കുന്ന ഇന്നോവേഷൻ രംഗത്ത് കാര്യക്ഷമമായ ഇടപെടൽ സാധ്യമാക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു ചർച്ചയാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നടന്ന ചർച്ചകളിൽ ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് കോറിഡോർ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നിരുന്നു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറുമായി ബന്ധപ്പെട്ട് വാണിജ്യ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനങ്ങൾ വൈകാതെ ഉണ്ടാകണമെന്ന തീരുമാനത്തിലാണ് ഇരു നേതാക്കളും എത്തിയത്. വിഷ്ണു. ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ഉത്തരാഖണ്ഡിൽ ബദ്രിനാഥിന് സമീപം മഞ്ഞുമല ഇടിഞ്ഞ് അപകടം. റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന 57 തൊഴിലാളികൾ മഞ്ഞിൻ അടി അകപ്പെട്ടു. 16 പേരെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. രക്ഷാദൗത്യത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കിയതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിൽ ബദ്രിനാഥിന് സമീപം ഇൻഡോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള മാന ഗ്രാമത്തിലാണ് അപകടമുണ്ടായത്. മനയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപം മഞ്ഞുമല ഇടിഞ്ഞു വീഴുകയായിരുന്നു. റോഡ് നിർമ്മാണത്തിലേർപ്പെട്ട 57 തൊഴിലാളികൾ മഞ്ഞിനടിയിലകപ്പെട്ടു. അതിവേഗത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 16 പേരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രരിയുടെ പ്രതികരണം. മഞ്ഞുവീഴ്ചയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാദൌത്യം ദുഷ്കരമാക്കിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഫോണിൽ സംസാരിച്ചു. രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു കശ്മീർ സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയും മഴയും തുടരുകയാണ്. ഉയർന്ന മേഖലകളിൽ പല സ്ഥലങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിന് സാധ്യതയുള്ളതിനാൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഉയർന്ന മേഖലയിൽ യാത്ര ചെയ്യുന്നവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, നിലവിൽ ഈ ഒരു രക്ഷാദൗത്യത്തിനായി സൈന്യവും എത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പക്ഷേ കനത്ത മഞ്ഞുവീഴ്ചയും ഒപ്പം പ്രതികൂല കാലാവസ്ഥയും രക്ഷാദൌത്യത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ നടത്തിയിട്ടുള്ള ഇടപെടൽ ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം ബോർഡർ റോഡ് ഓർഗനൈസേഷനും അടിയന്തരമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ 16 പേരെ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഉത്തരാഖണ്ഡിൽ
ചമോലി ജില്ലയിൽ ബദ്രിനാഥിന് സമീപം ഇൻഡോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്നാണ് മന ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ ഹിമപാതം ഉണ്ടായിട്ടുള്ളത്. വലിയ മഞ്ഞുമല ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ബോർഡർ റോഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണം നടത്തുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 57 തൊഴിലാളികൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നുകൊണ്ട് രക്ഷാദൌത്യത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം കണ്ണൂരിൽ മാവോയിസ്റ്റ് ഭീകരർ രഹസ്യയോഗം ചേർന്നതായി NIA. കണ്ണൂരിലും വെല്ലൂരിലുമാണ് രഹസ്യയോഗം ചേർന്നിട്ടുള്ളത്. അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശികളെ ചോദ്യം ചെയ്തപ്പോഴാണ് NIAയ്ക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. എടക്കര വനത്തിൽ പരിശീലനം നൽകിയത് മാവോയിസ്റ്റ് നേതാവ് രാഘവേന്ദ്രയെന്നും വെളിപ്പെടുത്തൽ. മാവോയിസ്റ്റ് ഭീകരവാദികൾ 2021 നിലമ്പൂരിൽ ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ട്. എടക്കര വനത്തിൽ 20 പേർക്ക് പരിശീലനം നൽകിയത് മാവോയിസ്റ്റ് ഭീകരവാദി നേതാവ് രാഘവേന്ദ്രയാണ്. അറസ്റ്റിലായ മാവണ്ണേപുരം സ്വദേശി കാർത്തിക്, പൊള്ളാച്ചി സ്വദേശി സന്തോഷ് കുമാർ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 2023 നവംബറിൽ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിവയ്പ് നടത്തിയിരുന്നു. കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചതാണ്. ATSനും തണ്ടർബോൾട്ട് സംഘങ്ങൾക്കുമൊപ്പം ഇന്റലിജൻസ് ബ്യൂറോയും നിരീക്ഷണം ശക്തമാക്കിയ കാലത്ത് തന്നെയാണ് രഹസ്യയോഗങ്ങളും ആയുധ പരിശീലനങ്ങളും നടന്നത്. പശ്ചിമഘട്ടത്തെ 4 ദളങ്ങളാക്കിയായിരുന്നു മാവോയിസ്റ്റ് ഭീകരർ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നത്. കണ്ണൂർ, വയനാട് ജില്ലകളിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു മാവോയിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിരുന്നത്. അംഗസംഖ്യ വർദ്ധിപ്പിക്കാനും സായുധ ആക്രമണങ്ങൾക്കുമുള്ള പദ്ധതികളാണ് മാവോയിസ്റ്റ് ഭീകരർ നിരന്തരം തയ്യാറാക്കിയത്. സംഘത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യവും കൂടി വന്നിരുന്നു. വിവിധ മാവോയിസ്റ്റ് ഭീകരവാദ കേസുകളിൽ NIA കൊച്ചി യൂണിറ്റിന്റെ അന്വേഷണം തുടരുകയാണ്. അറസ്റ്റിലായ മാവോയിസ്റ്റ് ഭീകര നേതാക്കളായ CP മൊയ്തീനെയും മനോജിനെയും ചോദ്യം ചെയ്തപ്പോഴും ATSന് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചിരുന്നു. മാവോയിസ്റ്റ് ഭീകരവാദ ഗ്രൂപ്പുകളായ കബനി, നാടുകാണി ദളങ്ങളുടെ കമാൻഡറായിരുന്നു മൊയ്തീൻ. മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് NIA. ജനം, കൊച്ചി. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് നേടുക, ഇതായിരിക്കും എല്ലാ കോൺഗ്രസ്സുകാരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടാനുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അത്തരം യാതൊരു കാര്യങ്ങളും ഇവിടെ ചർച്ചയായിട്ടില്ല. നേതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പരസ്പരം പറയരുത് എന്നുള്ളത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് വളരെ വിജയകരമായ മീറ്റിംഗ് ആയിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ആവേശം നൽകുന്ന ഒരു മീറ്റിംഗ് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അല്ല, അവരെ മുല്ലപ്പള്ളി കത്ത് എഴുതിയതിന് മുരളീധരൻ വിളിച്ചും പറഞ്ഞു. അദ്ദേഹത്തിന് നമ്മുടെ ഒരു തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത്. മുല്ലപ്പള്ളി കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും തൃപ്തിയോടെയാണ്. എല്ലാ നേതാക്കളും അങ്ങനെ ഒന്നുമില്ല. ഇനി മീഡിയ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കണ്ട. ഇവിടെ ഒരു നേതൃമാറ്റത്തെ പറ്റിയും ചർച്ച ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി പോകാനാണ് തീരുമാനം. അതൊന്നുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയും. അത് വെറുതെ വാർത്ത കൊടുത്ത് നിങ്ങൾ തന്നെ വഷളാവരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകാനാണ് തീരുമാനം. ഡൽഹിയിലെ AICC യോഗത്തിന് ശേഷമാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിൽ നേതൃമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതികരണം. കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമ വിലക്കുമായി ദേശീയ നേതൃത്വവും രംഗത്തെത്തുകയാണ്. കേരളത്തിലെ നേതാക്കളെ ഹൈക്കമാൻഡ് നിരന്തരം നിരീക്ഷിക്കും. ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. അതേസമയം നേതൃമാറ്റത്തിൽ ധാരണയിലെത്താൻ സാധിച്ചില്ല. KPCC അധ്യക്ഷനായി K. സുധാകരൻ തന്നെ തുടരുമെന്നാണ് സൂചന. നിർണായകമായൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹിയിലെ AICC യോഗത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ കൃത്യമായൊരു ചർച്ചകൾ നേതൃമാറ്റം സംബന്ധിച്ച് നടന്നിട്ടില്ല, അല്ലെങ്കിൽ നേതൃമാറ്റത്തിൽ കൃത്യമായൊരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും KPCC അധ്യക്ഷനായി K. സുധാകരൻ തന്നെ തുടരുമെന്നാണ് സൂചന. അപ്പോൾ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം മുന്നോട്ട് വച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും S. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഒരുപക്ഷെ നിർണായകമായൊരു യോഗം തന്നെയായിരുന്നു ഇന്ന് AICCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ആ ഒരു യോഗത്തിലെ കൃത്യമായൊരു തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഈ നേതൃമാറ്റം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ആയിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ അത് സംബന്ധിച്ച് എന്താണ് മറ്റു വിവരങ്ങൾ ലഭിക്കുന്നത്? വിഷ്ണു, യോഗം കഴിഞ്ഞ് നേതാക്കളെല്ലാം വ്യക്തമാക്കുന്നത് അഭിപ്രായ ഭിന്നതകളൊന്നും തന്നെയില്ല. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്
അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിക്കൊണ്ടുള്ള കർമ്മ പരിപാടികൾക്ക് നേതൃത്വം നൽകുക, അല്ലെങ്കിൽ അതായിരുന്നു പ്രധാന ചർച്ച എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഈ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. AICCയുടെ കേരളത്തിന് ചുമതലയുള്ള ദീപ ഇതിനോടകം തന്നെ ആദ്യം അവരായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. അവർ വ്യക്തമാക്കിയത് ഈ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് അനിവാര്യതയാണ്, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായതെന്നാണ്. നേതാക്കളൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് നേതൃമാറ്റം എന്നത് സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധ ചർച്ചകളും ഉണ്ടായിട്ടില്ല, അതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. അതേസമയം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കെ മുരളീധരനും അതേപോലെ തന്നെ വി മുരളീധരനും ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും അത്തരം ചില വിമർശനങ്ങൾ, അതായത് നേതൃമാറ്റം എന്നുള്ള ആവശ്യം നേരത്തെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇന്ന് രാവിലെ തന്നെ VM സുധീരൻ വ്യക്തമാക്കിയത് ഏതെങ്കിലും ഒരാളിനെ പിടിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരുത്താൻ കിട്ടില്ല, പ്രത്യേകിച്ച് മദ്യലോബിയുമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മദ്യലോബികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് VM സുധീരൻ അടക്കം ഇന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം അടൂർ പ്രകാശിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ നേതൃമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഈഴവ വിഭാഗത്തിന് പ്രാതിനിധ്യം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അടൂർ പ്രകാശനാകും സാധ്യത എന്നുള്ളതായിരുന്നു പ്രധാനമായും പല കോണുകളിൽ നിന്നും ലഭ്യമായ സൂചനകൾ. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൽ ഈ SNDPക്ക് വലിയ പരാതിയുണ്ട്, കോൺഗ്രസ് SNDPയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പരാതികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നേതൃമാറ്റം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ അടൂർ പ്രകാശിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു ഈഴവ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ അടൂർ പ്രകാശിൻ്റെ പേര് അവിടെ ഉയർന്നു കേട്ടു. ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ്റെ പേരുകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നേതാക്കൾ പ്രതികരിക്കരുത് എന്നുള്ള ഒരു പൂർണ്ണമായ വിലക്കാണ് ഇപ്പോൾ ഈ നേതൃത്വത്തിന് അല്ലെങ്കിൽ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും നേതാക്കൾ മാധ്യമങ്ങളോട് ഒറ്റതിരിഞ്ഞ് പ്രതികരിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ശശി തരൂരിൻ്റെ വിവാദമായ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളുമായൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. എല്ലാ നേതാക്കളും നമ്മൾ ചോദിക്കുമ്പോൾ വ്യക്തമായി പറയുന്നത് അല്ലെങ്കിൽ അവർ സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകൾ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം, അതിന് ചുക്കാൻ പിടിക്കുക, അതിന് നേതൃത്വത്തെ അതിനേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഇത്തരമൊരു യോഗം നടന്നത് എന്നുള്ളതാണ് പ്രധാനമായും നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വീണ്ടും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെ ഭരണമാറ്റമാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. ദയവായി കേരളത്തിലെ മീഡിയ ഇത്തരം കാര്യങ്ങൾ ഇനിയും പറയാൻ പാടില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകാനാണ് തീരുമാനം. പാർട്ടിയിൽ ഒരു തരത്തിലുള്ള ഭിന്നതയുമില്ല. കളക്റ്റീവ് ലീഡർഷിപ്പോടുകൂടി പാർട്ടി മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും അതോടെ മല്ലികാർജ്ജുന ഖാർഗെയും എല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുണ്ട് മുന്നോട്ട് പോകുക. അതാണ് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. നേതാക്കൾ മാധ്യമങ്ങളെ കാണരുതെന്ന് അതല്ല ഇനി വരും ദിവസങ്ങളിൽ തയ്യാറാക്കും. നേതാക്കൾ മാധ്യമങ്ങളെ കാണരുതെന്ന് പറയുന്നത് മാധ്യമങ്ങളെ കാണരുതെന്നല്ല, പാർട്ടിയിൽ അതിന് വിരുദ്ധമായി ആരും പറയാൻ പാടില്ലെന്നാണ്. അത് സ്വാഭാവികമല്ലേ. ഒരു പാർട്ടി ആകുമ്പോൾ പാർട്ടിയുടെ ലൈനകത്ത് നിന്നുകൊണ്ട് വേണേൽ സംസാരിക്കാൻ. മാധ്യമങ്ങളെ കാണരുതെന്ന് പറയുന്ന പ്രായോഗികമല്ലല്ലോ. ശശി തരൂർ അത് അംഗീകരിച്ചു. അല്ല, ശശി തരൂർ ഇന്നലെ തന്നെ ക്ലാരിഫൈ ചെയ്തല്ലോ അദ്ദേഹം ഇതൊന്നും പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ആ വിഷയമേ ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. രമേശ് ചെന്നിത്തലയാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന തരത്തിൽ അത്തരം വിലക്കുകൾ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. മറിച്ച് ഈ അവ്യക്തത അല്ലെങ്കിൽ പല വിഷയങ്ങളിലും നേതാക്കൾക്ക് അവ്യക്തത കാണും, അല്ലെങ്കിൽ അറിയാത്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇന്നിപ്പോൾ AICC ആസ്ഥാനത്ത് നടന്ന നേതൃയോഗത്തിൽ നൽകിയത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നേതൃത്വത്തെ അല്ലെങ്കിൽ നേതാക്കളെ തയ്യാറാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആണ് ഇന്നിപ്പോൾ AICC ആസ്ഥാനത്ത് ഇത്തരമൊരു യോഗം ചേർന്നത്. ശരി, നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതി ബാഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തി NCHDR പ്രവർത്തകർ. ബാഷയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം. ഇതോടെ നിരോധിത ഭീകരവാദ സംഘടനകളുമായി NCHDR എന്ന സംഘടനയ്ക്കുള്ള ബന്ധമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്.
കൊളത്തൂർ സ്ഫോടന കേസിലെ 1-ാം പ്രതി പരോളിലിറങ്ങിയ ഭാഷാഭായ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത്. 51 പേരുടെ ജീവനെടുത്ത സ്ഫോടന കേസിലെ പ്രതിയുടെ വീട്ടിലാണ് മനുഷ്യാവകാശ സംഘടനയെന്ന് അവകാശപ്പെടുന്ന NCHDR പ്രവർത്തകർ നേരിട്ടെത്തിയത്. സംഘടനയുടെ പ്രസിഡന്റ് വിളയോട് ശിവൻകുട്ടിയും മറ്റ് ഭാരവാഹികളും ഭാഷാഭായിയുടെ വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. ഭാഷാഭായിയുടെ മകന് ആശ്വാസം പകരാനാണ് വീട്ടിലെത്തിയതെന്നാണ് ഇവരുടെ വാദം. സ്ഫോടനം നടത്തി നിരപരാധികളുടെ ജീവനെടുത്ത് അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുടെ വീട്ടിലെത്തിയതിൽ നിന്ന് തന്നെ NCHDRന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, ഭാഷാഭായിയുടെ പ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും NCHDR പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം. 51 പേരുടെ ജീവനെടുത്ത സ്ഫോടന കേസിൽ ഭാഷാഭായ് ജയിലിലായതിനെ പോലും ന്യായീകരിക്കുകയാണിവർ. മാത്രമല്ല, ഭാഷാഭായ് എന്ന തീവ്രവാദിയുടെ അന്തിമോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ 10,000 എത്തിയതും ഏറെ ആശങ്കയുളവാക്കുന്നതാണ്. നിരോധിത തീവ്രവാദ സംഘടനകളുമായി NCHDRന് ബന്ധമുണ്ടെന്ന വാദം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജനം, കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.